വയനാട് എടക്കൽ ഗുഹയുടെ സമീപ പ്രദേശത്ത് ശിലായുഗ കാലത്ത് മനുഷ്യർ സൃഷ്ടിച്ച ചില അടയാളങ്ങൾ കണ്ടെത്തി. ഗോവിന്ദൻ ചിറയിലെ പാറക്കെട്ടുകളിലാണ് അടയാളങ്ങൾ കണ്ടെത്തിയത്. പുരാവസ്തു ഗവേഷകർ നടത്തിയ പഠനത്തിലാണ് കണ്ടെത്തൽ. ശിലായുഗ കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നതിന്റെ തെളിവുകൾ അവശേഷിക്കുന്ന എടക്കൽ ഗുഹയുടെ കിഴക്കുഭാഗത്താണ് ഗോവിന്ദൻ ചിറ സ്ഥിതി ചെയ്യുന്നത്. നവീന ശിലായുഗ കാലത്തോ അതിനുശേഷമോ ജീവിച്ചിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന കല്ലുളികൾ മൂർച്ച കൂട്ടിയതിന്റെ ഭാഗമായി രൂപപ്പെട്ടെന്ന് കരുതുന്ന ചില അടയാളങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരള സർവകലാശാല പുരാവസ്തു വിഭാഗത്തിന്റെ മുൻ തലവനായിരുന്ന പ്രൊഫസർ അജിത് കുമാർ തന്റെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഈ സ്ഥലം മുൻപ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോർട്ടലുകളെല്ലാം തന്നെ വയനാടിൻ്റെ പുരാവസ്തു ശാസ്ത്രത്തിലെ ഒരു വലിയൊരു എവിഡൻസ് ആയിട്ട് തന്നെ നമുക്കിതിനെ കണക്കാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഇത് കൂടാതെ നമുക്കിതിൻ്റെ ചുറ്റുവട്ടം നിന്ന് ഒരുപാട് മെഗാലിത്തിക് മോണമെൻറ്റുകൾ ലഭിക്കുന്നുണ്ട്. മുനിയറകൾ എന്ന് മലയാളത്തിൽ വിളിക്കുന്ന ഡോൾമെൻ സിസ്റ്റുകൾ ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ബറിയൽ സൈറ്റുകൾ അല്ലെങ്കിൽ ബറിയൽ മോണമെൻറ്റുകളാണ്. അത്രയും കൂടുതൽ ഈ ബറിയൽസ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു ജനത ഈ പരിസരത്ത് ജീവിച്ചിട്ടുണ്ടാവണം. കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 വർഷമായി ഈ പ്രദേശത്ത് റോക്ക് ആർട്ട് ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട വിശദമായ പഠനങ്ങൾ നടന്നു വരികയാണ്. നിലവിൽ ഈ അടയാളങ്ങൾ മഴക്കാലങ്ങളിൽ വെള്ളം നിറയുന്ന ചിറയ്ക്കുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഇവയെ സംരക്ഷിക്കുന്നതിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. നവീന ശിലായുഗ കാലത്തെക്കുറിച്ചും മഹാശിലായുഗ കാലത്തെക്കുറിച്ചുമുള്ള കൂടുതൽ പഠനങ്ങൾക്ക് സഹായകരമാകുന്ന കണ്ടെത്തലുകളാണ് ഗോവിന്ദൻ മൂലച്ചിറയിലെ ഈ പാറക്കെട്ടുകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇവയെ വേണ്ട രീതിയിൽ സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ലിൻഡോ തോമസ്, ന്യൂസ് മലയാളം, വയനാട്.